എല്ലാവർക്കും എഡ്യൂസോഫ്റ്റ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വെറുതെ ഒന്ന് ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഓപ്ഷൻ ചൂസ് ചെയ്യുക, ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് എടുക്കുക, ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്. അപ്പോൾ നമുക്ക് പുതിയൊരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ നോട്ട് പാഡ്. നമ്മൾ നേരിട്ട് തന്നെ കാര്യത്തിലേക്ക് പോവുകയാണ്. ഒരു വെബ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ HTML എന്ന് പറയുന്ന ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ഇവിടെ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക. ഇനി നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ്സിനകത്ത് കുറേ ടെക്സ്റ്റുകൾ എഴുതും. ഇവിടെ നോക്കുക, ജസ്റ്റ് ഞാൻ ഫോണ്ട് ഒന്ന് വലുതാക്കുവാണ്. ഓക്കെ, നമുക്ക് ഈ ആരോ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ആംഗിൾ ബ്രാക്കറ്റ് ഇതിനകത്ത് നമ്മൾ പീസ് ഓഫ് ടെക്സ്റ്റുകൾ നമ്മൾ എഴുതും. ആ ടെക്സ്റ്റുകൾ നമ്മൾ ടാഗുകൾ എന്നായിരിക്കും വിളിക്കുക, ടാഗുകൾ. അപ്പോൾ നമ്മൾ HTML പ്രോഗ്രാം എഴുതാനായിട്ട് HTML എന്ന് പറയുന്ന ടാഗാണ് ആദ്യം എഴുതേണ്ടത്. നമ്മൾ വെറുതെ ഒരു ആംഗിൾ ബ്രാക്കറ്റ്സിനകത്ത് ഒരു ടാഗ് എഴുതി കഴിഞ്ഞാൽ അത് നമ്മൾ ഓപ്പണിംഗ് ടാഗ് എന്ന് വിളിക്കും. ഇനി ഇതേ ടാഗ് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ലാഷ് കൂടി ഉണ്ടെങ്കിൽ, ഒരു സ്ലാഷ് സിമ്പിൾ, ഓക്കെ, സ്ലാഷ് സിമ്പിൾ കൂടി ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ക്ലോസിംഗ് ടാഗ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത്, പിന്നീട് എററൊന്നും വരാതിരിക്കും. അപ്പോൾ നമ്മൾ HTML ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ HTMLൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗത്ത് കിടക്കുന്നു. രണ്ടാമത്താണ് ഹെഡ് പോർഷൻ. അപ്പോൾ ഹെഡ് എന്ന് പറയുന്നൊരു ടാഗുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, ഒപ്പം ക്ലോസും ചെയ്യുന്നു. ഓക്കെ, സ്ലാഷ് കൂടി ചേർത്ത് ഹെഡ് കൊടുക്കുന്നു, അപ്പോൾ അത് ക്ലോസ് ആയി. അപ്പോൾ HTMLനകത്ത് ഹെഡ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. HTML പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ബോഡി പോർഷൻ. അപ്പോൾ നമ്മൾ ഇനി ഹെഡ് ക്ലോസ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഭാഗമാണ് ബോഡി എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. HTML ബോഡി പോർഷൻ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നു. ഇതും എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് താഴേക്കൊന്ന് സ്ലാഷ് കൂടി ചേർത്ത് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നമ്മൾ കോപ്പി പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് നമ്മുടെ ഹെഡിനകത്ത്, അതായത് ഹെഡിൻ്റെ ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിങ്ങിൻ്റെയും ഇടയിലുള്ള സ്പേസിൽ നമുക്ക് ടൈറ്റിൽ എന്ന് പറയുന്ന മറ്റൊരു ടാഗ് കൂട്ടുണ്ട്. ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗുണ്ട്. അതും നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ടൈറ്റിൽ ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിടയിലുള്ള സ്പേസ്, ഇവിടെ നമുക്ക് നമ്മുടെ വെബ് പേജിൻ്റെ ടൈറ്റിൽ എഴുതി കൊടുക്കാം. ഇവിടെ ഞാൻ എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന് എഴുതി കൊടുക്കുകയാണ്. ഈ ടൈറ്റിലായിരിക്കും ഇതിൻ്റെ ടാബിന് മുകളിലായിട്ട് എഴുതി കാണിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത്. ഞാനിവിടെ എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന് പറയുന്ന ടൈറ്റിൽ എഴുതി കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈറ്റിൽ എഴുതി കൊടുത്തു. ഇനി നമ്മുടെ വെബ് പേജിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടൻസ് എപ്പോഴും ബോഡി ടാഗിനകത്തായിരിക്കും വരിക. ഈ ബോഡി ടാഗിനകത്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ ബോഡി ടാഗിനകത്ത് കൊടുക്കുന്ന കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും വെബ് പേജിൽ എപ്പോഴും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരു പീസ് ഓഫ് ടെക്സ്റ്റ് എഴുതുവാണ്. ടെക്സ്റ്റ് മാത്രമല്ല, നമുക്ക് ഇമേജ്, മറ്റ് ഗ്രാഫിക്സ് കണ്ടൻസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ പ്രത്യേകം ടാഗുകളുണ്ട്. എനിവേ, നമ്മളിവിടെ ചെറിയൊരു ടെക്സ്റ്റ് ഇപ്പോൾ ടൈപ്പ് ചെയ്യുവാണ്. ഇത് നമുക്ക് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ഞാനൊരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ബോഡി പോർഷനകത്ത്. നമുക്ക് രണ്ട് പോർഷൻ ഉണ്ട്, ഹെഡ് ആൻഡ് ബോഡി. ഹെഡിൽ നമ്മൾ ടൈറ്റിൽ കൊടുത്തു, ബോഡിക്കകത്താണ് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. ഫോർ മോർ ഇൻഫർമേറ്റീവ് വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്സ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ ടെക്സ്റ്റ് അവിടെ എഴുതി. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയൊരു വെബ് പേജ് ക്രിയേറ്റ് ആയെന്ന് വേണേൽ പറയാം. ഇനി നമ്മൾ ഈ പറയുന്ന വെബ് പേജ് ഓക്കെ ആകണമെങ്കിൽ ഇതിനെ നമ്മൾ HTML ഫയലായിട്ട് സേവ് ചെയ്യണം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ HTML ഫയലായിട്ട് സേവ് ചെയ്യാമെന്ന് അടുത്ത് നോക്കുക. സേവ് ചെയ്യാനായിട്ട് ഫയൽ ഓപ്ഷൻ ചൂസ് ചെയ്യുക. നോട്ട് പാഡിൻ്റെ ഫയൽ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. ഫയൽ സേവസ്. ഇനി നമുക്ക് നമ്മുടെ ഫയലിൽ പേര് കൊടുക്കാം. ഞാനിപ്പോൾ എഡ്യൂസോഫ്റ്റ് എന്ന് പറയുന്ന പേര് തന്നെ കൊടുക്കുകയാണ്. ദെൻ .html നമ്മുടെ ഫയൽ എക്സ്റ്റൻഷനായിട്ട് .html എന്ന് കൊടുക്കുക. സേവ് ചെയ്യുക. ഏതെങ്കിലും നമുക്കുള്ള ലൊക്കേഷൻ സേവ് ചെയ്യുക. നമ്മൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രൗസർ ഐക്കൺ കാണും. ഇവിടെ നമുക്ക് ഗൂഗിൾ ക്രോമിൻ്റെ ഐക്കണാണ്, അതായത് വെബ്സൈറ്റ് ബ്രൗസറാണ് വരിക. സോ ഒരു ബ്രൗസർ ഐക്കൺ ഉണ്ടാവും. നോക്കുക, ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ വെബ് പേജ് ലോഡായിട്ടുണ്ട്. ഒരു വെബ് പേജ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നു. ഫോർ മോർ ഇൻഫർമേറ്റീവ് വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി അതാണ് നമ്മൾ ആ ബോഡിക്കകത്ത് കൊടുത്ത് അത് അതുപോലെ തന്നെ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമ്മളതുപോലെ തന്നെ ടൈറ്റിൽ കൂടി കൊടുത്തായിരുന്നു. ഏറ്റവും മുകളിലേക്ക് നോക്കുക, നമ്മുടെ ടാബിൻ്റെ പേര് സൂക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും നമ്മുടെ ടാബിൻ്റെ പേര്, അതാണ് ടൈറ്റിൽ കൊടുത്ത ഭാഗത്ത് വന്നിരിക്കുക. ഞാൻ അവിടെ ജസ്റ്റ് അങ്ങോട്ടൊന്ന് മൗസ് കൊണ്ടുപോകാം. ഓക്കെ, എഡ്യൂസോഫ്റ്റ് മലയാളം, അതാണ് നമ്മൾ ടൈറ്റിൽ കൊടുത്തത്. ഈ സാധനം തന്നെയാണ് ടൈറ്റിൽ കൊടുത്ത ആ ഒരു കണ്ടൻറ്റാണ് നമ്മുടെ വെബ് പേജിൻ്റെ പേരായിട്ട് വന്നത്. ഓക്കെ, ഇനി
നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഈ ഒരു പീസ് ഓഫ് ടെക്സ്റ്റ്, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ, അതവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെബ് പേജ് ഏതാണ്ട് ഓക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ എഴുതി കൊടുത്ത ഈ ടെക്സ്റ്റിന് ഇപ്പോൾ ലെഫ്റ്റ് അലൈൻഡ് ആണല്ലേ, അത് ഞാൻ സെൻറ്ററിലേക്ക് മാറ്റണമെങ്കിൽ സെൻറ്റർ എന്നൊരു ടാഗ് ഉപയോഗിക്കാം. അപ്പോൾ ബോഡിക്കകത്ത് സെൻറ്റർ ടാഗ് ഓപ്പൺ ചെയ്യുക, ദെൻ അത് ക്ലോസ് ചെയ്യുക. അതിനിടയിൽ വേണം ടെക്സ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ ബോഡിയുടെ ക്ലോസിങ്ങിനോട് ചേർത്ത് തന്നെ സെൻറ്റർ ടാഗ് ക്ലോസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ടെക്സ്റ്റ് കണ്ടോ നമ്മുടെ വെബ് പേജിൻ്റെ സെൻറ്ററിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി നമ്മുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി ടാഗിനകത്ത് BG കളർ ഈക്വൽ ടു COYELLOR ആണ് കേട്ടോ. COYELLOUR അല്ല, COYELLOR ആണ്. അപ്പോൾ COYELLOUR കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ബോഡിക്കകത്ത് BG കളർ ഈക്വൽ ടു ഗ്രീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ, നമുക്ക് കളർ കൊടുക്കാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് മറ്റു ഓപ്ഷൻസിനെ കുറിച്ച് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സ്പെല്ലിങ്ങിന് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഞാൻ BG കളറിന് COYELLOUR ടൈപ്പ് ചെയ്താണ്, കളറിൻ്റെ നോർമൽ സ്പെല്ലിംഗ് അല്ല വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് വരണം. അതിനായിട്ട് COYELLOR എന്നാണ് വേണ്ടത്. ഓക്കെ, HTML കറക്റ്റ് സ്പെല്ലിംഗ് കേട്ടോ, ഇംഗ്ലീഷിൻ്റെ അല്ല, HTML. അപ്പോൾ BG COYELLOR ഈക്വൽ ടു നമുക്ക് RGB റെഡ് ഗ്രീനും ബ്ലൂ ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കോഡ് ഉപയോഗിച്ചും കളർ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ കളറിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, BG COYELLOR, ആ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നാണ് അതിൻ്റെ അർത്ഥം. BG കളർ നോക്കുക, ഗ്രീൻ കളർ ആയിട്ടുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു വെബ് പേജാണ്, അതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കോഡ് കൊണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചെറിയൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടേതായ രീതിക്ക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ബോഡിക്കകത്ത് നമ്മൾ ഒരുപാട് ടാഗുകൾ ഉപയോഗിക്കാറുണ്ട്. ഇമേജ് ആഡ് ചെയ്യാൻ, ഗ്രാഫിക്സ്, വീഡിയോയും മറ്റ് കണ്ടൻസൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വെബ് പേജ് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ബോഡിക്കകത്ത് എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ സൈറ്റിനകത്ത് വരുന്നത്. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു കോഡ്, അതായത് HTML ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, ഹെഡ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, അതിനകത്ത് ടൈറ്റിൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, ദെൻ ബോഡി ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇത്രയും ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആർക്കും വളരെ എളുപ്പത്തിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇനിയും കൂടുതൽ വീഡിയോകളുമായി നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്